ഓരോ ഇന്ത്യക്കാരന്റെയും നെഞ്ചിലേറ്റ മുറിവിനുള്ള കൃത്യമായ മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാൻ ഭീകരവാദികളുടെ മേൽ നമ്മുടെ സൈന്യം വർഷിച്ച ഓരോ മിസൈലുകളും നമ്മുടെ രാജ്യത്ത് പിടഞ്ഞു വീണ ഓരോ ഇന്ത്യക്കാരന്റെയും ചോരയ്ക്കുള്ള മറുപടിയായിരുന്നു. ഒരു സാധാരണക്കാരന്റെയും ജീവൻ എടുക്കാതെ ഭീകരവാദികൾക്ക് വേണ്ടി മാത്രമായിരുന്നു ഇന്നലെ പുലർച്ചെ നമ്മുടെ സൈന്യം ഓപ്പറേഷനുമായി രംഗത്തെത്തിയത്. എന്നാൽ അതിന് പാകിസ്ഥാൻ നൽകുന്ന തിരിച്ചടിയോ നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട സാധാരണക്കാരെ കരുവാക്കിക്കൊണ്ടാണ്. അതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസവും. എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമാകുന്നതോടെ രാജ്യം നിലവിൽ കനത്ത സുരക്ഷയിലാണ്. പാക് അതിർത്തി സംസ്ഥാനങ്ങളിൽ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിന് പിന്നാലെ പഞ്ചാബിലും രാജസ്ഥാനിലും സ്കൂളുകൾ അടച്ചു. ഏത് സാഹചര്യവും നേരിടാൻ നമ്മുടെ കര, നാവിക, വ്യോമസേനകൾ സജ്ജമാണ്. നമ്മുടെ രാജ്യത്തെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലെല്ലാം കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ പ്രകോപനം ഇപ്പോഴും തുടരുകയാണ്. കുപ്വാര ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ പാക് സൈന്യം ഷെല്ലാക്രമണം നടത്തി. എന്നാൽ ഷെല്ലാക്രമണത്തിൽ ആളപായമില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും മാറ്റിയിട്ടുണ്ട്. സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഉത്തരേന്ത്യ കടുത്ത ജാഗ്രതയിലാണ്. 27 വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം നിർത്തിവെച്ചു. 400-ലേറെ വിമാന സർവീസുകൾ റദ്ദാക്കി. അടിയന്തര സാഹചര്യം മനസ്സിലാക്കി പല വിമാനത്താവളങ്ങളുടെയും പ്രവർത്തനം വ്യോമസേന ഏറ്റെടുത്തിരിക്കുകയാണ്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങളും വ്യോമസേന ഏറ്റെടുത്തിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ സംസ്ഥാനത്തും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിച്ചു. കൊച്ചിയിൽ കരയിലും കടലിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വ്യോമ നിരീക്ഷണം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം വിമാനത്താവളങ്ങൾ, തുറമുഖം തുടങ്ങിയവയിലടക്കം നിരീക്ഷണം തുടരുന്നുണ്ട്. പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധന ശക്തമാക്കി. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന് രണ്ടാം ഘട്ടം ഉണ്ടായേക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. കൂടുതൽ ഭീകര ക്യാമ്പുകൾ ഇന്ത്യയുടെ നിരീക്ഷണത്തിലുണ്ട്. പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ ആ കേന്ദ്രങ്ങളിലേക്കാകും അടുത്ത ആക്രമണം. അതുകൊണ്ടും തീർന്നില്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് പോകാനും മടിക്കില്ലെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഒടുവിൽ വന്ന പ്രസ്താവന.